ഒരു ഒരു വിവാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ കോൺസിക്രേഷൻ നടത്തി, അല്ലെങ്കിൽ അവിടെ വെച്ച് കുരിശ് പിടിപ്പിച്ചില്ല, ഇവിടെ പിന്നെയും കസേര വെച്ച് പൊക്കി, അതെന്താ അങ്ങനെ പൊക്കിയത്, ഇങ്ങനെ പൊക്കിയത്, ഇങ്ങനെയൊക്കെയുള്ള ഈ ബാലിശമായ കാര്യങ്ങളാണ്. ഈ ഒരു സഭ ഇപ്പൊ പാത്രിയർക്കീസ് ബാവ ഒരു കാതോലിക്കായി വാഴിക്കുമ്പോൾ അതെങ്ങനെയാണ് വാഴിക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് ട്യൂഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗക്കാരാണ് ട്യൂഷൻ കൊടുക്കുന്നത്. ഇതുകൊണ്ട് ഒരുത്തന്റെ ഒരു ശബ്ദം കേട്ടോണം. അതെനിക്ക് മനസ്സിലാകാത്ത. അവിടെയും ചെയ്ത് അവിടെ വായിച്ചല്ലെങ്കിൽ അവര് പറഞ്ഞ് ഇവന്മാര് വാർത്തയിലും മാധ്യമങ്ങളിലും ഒക്കെ ഇപ്പൊ ലെബനോനിൽ വെച്ച് ഇവരുടെ യാക്കോബായ വിഭാഗത്തിന്റെ ഇന്ത്യക്ക് വേണ്ടി സിറിയൻ ഓർത്തഡോക്സ് അവിടെ മഫ്രിയാനെ വാഴിച്ചല്ലെങ്കിൽ സ്ഥാനാരോഹണം ചെയ്തു എന്നാണ് പ്രഖ്യാപിച്ചത്. പാത്രീസ് ഉൾപ്പെടെ എല്ലാവരും കൂടെ ചേർന്ന്. ഓക്കെ, വീണ്ടും അതേ ആളെ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് വീണ്ടും ഇവര് പൊക്കിച്ചെന്ന് പറയുമ്പോ അതല്ല എന്തോ പ്രഖ്യാപിച്ചു, സ്ഥാനം ഉറപ്പിച്ചു എന്ന് പറയുമ്പോ എന്തോ എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, ഒരിടത്ത് ചെയ്തു, ഇത് ശരിയായാലും തെറ്റായാലും ഒരിടത്ത് ഒരു വട്ടം ചെയ്തത് പിന്നെയും വന്ന് ഇവിടെയും ചെയ്ത്. അപ്പൊ പാത്രീസിന്റെ എന്തോ പൊക്കിച്ചു എന്നൊക്കെ പറയുന്നത്. എനിക്കറിയത്തില്ല ഇവരെന്താണ് ഈ ഉദ്ദേശിക്കുന്നത്. ഇവരുടെ വിഷയങ്ങളൊക്കെ ഇങ്ങനത്തെ ഈ എന്നാ പറയുന്നേ സില്ലി വിഷയങ്ങളാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ്. അവിടെ അവരങ്ങനെ ചെയ്തു, ഇവിടെ ഇങ്ങനെ ചെയ്തു. അപ്പൊ അത് വളരെ വ്യക്തമായിട്ട് ഈ ബെയ്റൂട്ടിൽ നടന്നത് കോൺസിക്രേഷൻ ആണ്. അത് കൃത്യമായിട്ട് നോട്ടീസ് ഇട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ബെയ്റൂട്ടിൽ നടന്നത് കോൺസിക്രേഷൻ ആണ്. ഇവിടെ നടന്നത് കൊറോണേഷൻ ആണ്. ഇത് കൃത്യമായിട്ട് ആ ഇൻവിറ്റേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കാതോലിക്ക വാഴ്ചയുടെ ഇൻവിറ്റേഷൻ ആളുകൾ കൊടുക്കും. അത് അധികം പേർക്ക് ഇൻവിറ്റേഷൻ ഇല്ലായിരുന്നു. ആ ഇൻവിറ്റേഷൻ ലഭിച്ചവർക്കൊക്കെ അറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പൊ ഇൻവിറ്റേഷനിൽ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഒരു കോൺസിക്രേഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ അതിന്റെ കൊറോണേഷനും ഉണ്ട്. രണ്ട് കാര്യങ്ങളാണ്. ഇതാണ് അതിന്റെ ഇൻവിറ്റേഷൻ. ഈ ചടങ്ങിന്റെ ഈ ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് കാണാം. ഈ ചടങ്ങിന്റെ ഇൻവിറ്റേഷൻ അങ്ങനെ രണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ രണ്ടായിട്ടൊന്നും നടത്തിയിട്ടില്ല, ഒന്നായിട്ടായിരിക്കും നടത്തിയിട്ടുള്ളത്. അപ്പൊ ഇത് കണ്ടിട്ടാണ് ഈ അഭിപ്രായം, കമന്റുകൾ ഇങ്ങനെ ഇരുന്ന് പറയാണ് അവർക്ക് അറിയത്തില്ലായിരുന്നു, അവർക്ക് അത് എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പൊ ആ ഇൻവിറ്റേഷന് രണ്ട് സ്ഥലത്തും അത് രണ്ടായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. കോൺസിക്രേഷൻ സർവീസും എൻട്രോൺമെന്റ് സർവീസും രണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് രണ്ടായിട്ട് ചെയ്തത്. അത് രണ്ടാണ്. കോൺസിക്രേഷൻ സർവീസ് അല്ല എൻട്രോൺമെന്റ് സർവീസ്. എൻട്രോൺമെന്റ് സർവീസ് വേറെയാണ്, ഇതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നത് വേറെ ആയിട്ടാണ്. അത് മനസ്സിലാക്കാതെയാണ് ഇവർ നിന്നിട്ട് ഓരോ അഭിപ്രായങ്ങൾ പറയുകയാണ്. അതെന്തിനാണ് അങ്ങനെ രണ്ടായിട്ട് നടത്തിയത് എന്ന് അങ്ങ് അഭിപ്രായപ്പെടുകയാണ്. കണ്ടോ, അതിൻ്റെ അടുത്ത് വേദി കണ്ടോ, കോൺസിക്രേഷൻ സെറിമണി നോട്ടീസ് തന്നെ കോൺസിക്രേഷൻ സെറിമണി കൊടുത്തിരിക്കുന്നു. എൻട്രോൺമെന്റ് സെറിമണി രണ്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ രണ്ടായിട്ട് നേരത്തെ പ്രഖ്യാപിച്ച് അത് രണ്ടായിട്ട് നടത്തി. ഇതെല്ലാം വളരെ സുതാര്യമാണ്. അല്ലാതെ ആരും അബദ്ധത്തിലോ അറിവില്ലായ്മ കൊണ്ടോ ചെയ്തതല്ല. കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത്, കൃത്യമായിട്ട് പ്രഖ്യാപിച്ച്, കൃത്യമായിട്ട് അത് ഡോക്യുമെന്റഡ് ആയിട്ട് ആളുകൾക്ക് കൊടുത്ത് ഒക്കെയാണ് ഈ ഇത് നടത്തിയിട്ടുള്ളത്. അല്ലാതെ അവിടെ വെച്ച് മറന്നുപോയി കുറച്ച് കാര്യങ്ങൾ, എന്നാൽ പിന്നെ അത് ഇവിടെ വന്ന് തിരുത്താം, എന്നാൽ തിരുത്തിയേക്കാം, അങ്ങനെയല്ല. ഇതൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇത് കൃത്യമായിട്ടാണ് ആ ചടങ്ങുകൾ നടത്തിയിട്ടുള്ളത്. ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലെ കുശുമ്പും കുന്നായ്മയാണ് നിങ്ങൾ കേട്ടത്. ഇങ്ങനെ ഒത്തിരി ഉണ്ട്, ഇനിയും കേൾക്കാൻ. പാത്രിക്കിസിനേക്കാൾ ശക്തിയുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ. പാത്രിക്കിസിന്റെ മേഖലയിലാണ് ഇവിടുത്തെ ആൾക്കാർ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോ ഒരാളെ ഒരിടത്ത് വായിച്ചു കഴിഞ്ഞിട്ട് അതിനേക്കാളും കൂടിയ സ്ഥലത്തില്ല പിന്നെ വായിക്കത്തുള്ളൂ. അതല്ല ഇവിടെ സംഭവിച്ചേക്കുന്നത്. അല്ലെങ്കിൽ അവിടത്തെ കസാലക്കാർ കൂടുതൽ ബലമുള്ള കസാല ഇവിടെ ആയിരിക്കും. എനിക്കറിയത്തില്ല ഇത് തേങ്ങയാണ്. കാരണം എനിക്ക് തോന്നുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഇത്രയും വിവരമില്ലാത്തവരാണ് ഈ IOC-യിലെ ഈ പറഞ്ഞ കുൽസിതങ്ങൾ കരഞ്ഞു തീർക്കുന്നവർ എന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെ കരഞ്ഞു തീർക്കുക? അപ്പൊ ഒന്ന്, അവിടെ ഈ ബെയ്റൂട്ടിൽ നടന്നത് കോൺസിക്രേഷൻ സെറിമണിയാണ്, ഇവിടെ നടന്ന എൻട്രോൺമെന്റ് സെറിമണിയാണ്.
ഇത് രണ്ടും രണ്ടാണ്. അവരിടത്ത് കോൺസിക്രേഷൻ നടന്നു, മറ്റിടത്ത് കൊറോണേഷൻ നടന്നു. കൊറോണേഷൻ അല്ലെങ്കിൽ എൻട്രോൺമെന്റ് എന്നാണ് പറയുന്നത്. കിരീടധാരണം അല്ലെങ്കിൽ സിംഹാസനാരോഹണം എന്നൊക്കെ പറയാം. അതാണ് നടന്നത്. സോ ഇതാണ് കാര്യം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കരച്ചിലുകൾ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും.